സിൻഡിക്കേറ്റ് വിളിക്കട്ടെ. സിൻഡിക്കേറ്റ് ചേർന്നാലല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ. അപ്പല്ലേ പ്രശ്നം മൂർത്തമായ നിലയിൽ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ആ സിൻഡിക്കേറ്റ് വിളിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറും ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് വിളിക്കും. ഈ സിൻഡിക്കേറ്റ് യോഗത്തില് ആരായിരിക്കും രജിസ്ട്രാറായിട്ട് പങ്കെടുക്കുക? അപ്പൊ രണ്ട് രജിസ്ട്രാർ ഉണ്ട്. ഒന്ന് അനിൽകുമാറുണ്ട്, ഒന്ന് സിൻഡിക്കേറ്റ് നേരത്തെ. അതൊക്കെ സിൻഡിക്കേറ്റ് വിളിക്കുമ്പോ അറിയാം. ഈ രണ്ടിലും ആരായിരിക്കും പങ്കെടുക്കുക? അതൊക്കെ ഇപ്പൊ തന്നെ എല്ലാരോടും വിളിച്ചു കൂടണമെന്നില്ലല്ലോ. സുതാര്യതയൊന്നും ആവശ്യമില്ല. അതിന് നടപടിക്രമങ്ങളിൽ നിയമം പാലിച്ചു പോയാൽ മതി. അതായത് ഞാനല്ല അത് പറയേണ്ടത്. രജിസ്ട്രാറിന്റെ ചുമതല ആരായിരിക്കണം എന്നൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത്? ആ അതോറിറ്റിയാണ് തീരുമാനിക്കുക. ഇപ്പോൾ 1800ഓളം സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒപ്പിട്ടു എന്നാണ് VC പറഞ്ഞത്. ഇപ്പോൾ മിനി കാപ്പൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെല്ലാം വ്യാജമാണെന്നാണ് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പൊ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അതിന്റെ ഒന്നാമത്തെ ഫേസേ ആയിട്ടുള്ളൂ. ചർച്ചകളൊന്നുമില്ല. നമ്മള് സിൻഡിക്കേറ്റിന്റെ പ്രശ്നങ്ങളല്ല. അല്ല, ഇതുവരെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടു. ഈ ഒപ്പിട്ടതിൽ മിനി കാപ്പൻ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ടാകുമോ ഇല്ലയോ, അത് വിദ്യാർത്ഥികളെ ദോഷമായി ബാധിക്കുമോ ഇല്ലയോ? മിനി കാപ്പൻ ഒപ്പിടുന്നില്ലല്ലോ സർട്ടിഫിക്കറ്റ്. മിനി കാപ്പൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് VC. രജിസ്ട്രാർ KS അനിൽകുമാർ നോക്കിയ പരിശോധിച്ച പരിശോധിച്ചിട്ടില്ല എന്നാണ് VC കുറച്ചേരം. അതൊന്ന് നിങ്ങൾ കണ്ടോ? മിനി കാപ്പൻ ഒപ്പിടുന്നില്ല സർട്ടിഫിക്കറ്റിലൊന്നും. മിനി കാപ്പൻ രജിസ്ട്രാർ അല്ലല്ലോ ഒപ്പിട, VC അല്ലേ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന രീതിയിലാണ് ഫയലുകൾ പരിശോധിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്ക് നൽകിയത്. നമ്മുടെ ചോദ്യം ഇത്രയോട് അത് വിദ്യാർത്ഥികളെ നാളെ ദോഷകരമായി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ VC ആണ് ഒപ്പുവെക്കുക. പ്രിയപ്പെട്ട സഹോദര, വിദ്യാർത്ഥികളുടെ ആണെങ്കിലും മറ്റേത് സർട്ടിഫിക്കറ്റുകളാണെങ്കിലും രജിസ്ട്രാർ പരിശോധിച്ച ഫയലുകൾ മാത്രമാണ് VC ഇപ്പോൾ പരിശോധിച്ചിട്ടുള്ളത്. അത് മിനി കാപ്പൻ പരിശോധിച്ചിട്ടുള്ള ഫയലുകളാണെന്ന് ഇതിനോടകം VC തന്നെ രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ഫയലുകളിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നാളെ അവർക്ക് ദോഷകരമായി ബാധിക്കുമോ ഇല്ല എന്നാണ് ചോദ്യം. അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ നിർദ്ദേശം VCക്ക് നൽകിയിരിക്കുന്നുവെന്നാണ് മന്ത്രി R ബിന്ദു പറഞ്ഞത്. ഇപ്പോൾ KR സാജു വിവരങ്ങൾ നൽകാനായി ചേർന്നുണ്ട്. സാജു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയത് ഇത്തരത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനായി മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് ഘടിപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഈ നടപടി എങ്ങനെ കാണണം? ഇതൊരു സമവായത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു അനീഷ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരുന്നു ഈ വിഷയത്തിൽ. തുടർന്ന് ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രി തന്നെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ VCയെ ഫോണിൽ വിളിച്ച് സർവകലാശാലയിലേക്ക് വരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അങ്ങനെ സർവകലാശാലയിലേക്ക് VC വരുമ്പോൾ അതുവരെ പ്രതിഷേധിച്ചിരുന്ന SFIക്കാർ പ്രതിഷേധം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ വീണ്ടും മന്ത്രി ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുമ്പോഴാണ് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചേർക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് VCയും അംഗീകരിച്ചിരിക്കുന്നു എന്ന കാര്യം മന്ത്രി അറിയിക്കുന്നത്. മാത്രമല്ല VCക്ക് ഒരു കാര്യത്തിലും കടുംപിടുത്തമില്ല എന്ന നിലപാടൊക്കെയാണ് ഇപ്പോൾ ബിന്ദു മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതൊരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോഴും രജിസ്ട്രാർ അനിൽകുമാറിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. മന്ത്രിയോട് ഇപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അടുത്ത സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമ്പോൾ രജിസ്ട്രാർ സ്ഥാനത്ത് ആ യോഗത്തിൽ പങ്കെടുക്കുക അനിൽകുമാർ ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോഴേ വിളിച്ചുകൂകി നടക്കേണ്ടതില്ല എന്ന നിലയിലാണ് മന്ത്രി സംസാരിക്കുന്നത്. അനിൽകുമാറിനെ ഈ സമവായത്തിനിടയിൽ ബലിയാടാക്കുമോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, നേരത്തെ VC നിയോഗിച്ച രജിസ്ട്രാർ വേറെ അവിടെ ഉണ്ട്. അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് മിനി കാപ്പനായിരുന്നു ആ ചുമതല നൽകിയത്. 2 രജിസ്ട്രാർ ഉള്ള സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വാഹനം തിരികെ കൊടുക്കണമെന്നൊക്കെ അനിൽകുമാറിനോട് ആവശ്യപ്പെട്ടതുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അനിൽകുമാർ അത് തിരികെ കൊടുത്തിട്ടില്ല. അപ്പോൾ രജിസ്ട്രാറുടെ കാര്യത്തിൽ തീരുമാനം എന്താണ് എന്ന് ചോദിക്കുമ്പോഴും ഇപ്പോൾ R ബിന്ദുവും മറുപടി പറയുന്നില്ല. ഈ സമവായത്തിന്റെ അപ്പുറത്തേക്ക് ഇക്കാര്യത്തിലെല്ലാം
കൂടുതൽ ചർച്ചകൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നേരിട്ട് നടത്തിയേക്കും എന്ന സൂചനകളുമുണ്ട്. 20-ാം തീയതിയാണ് ഗവർണർ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതിനുശേഷം മന്ത്രിമാർ പോയി ഗവർണർമാർ കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും ആ കൂടിക്കാഴ്ച നടത്തിയേക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും സർവകലാശാലയിലെ പ്രതിസന്ധി നീട്ടിക്കൊണ്ടു പോകുന്നത് സർക്കാരിന് ദോഷം ചെയ്യും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CPM നേതൃത്വം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കാര്യങ്ങൾ ഒരു സമവായത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം നിരവധി ഫയലുകളിൽ സർട്ടിഫിക്കറ്റുകളിൽ അടക്കം VC ഒപ്പിടാനുണ്ടായിരുന്നു. അതുകൊണ്ട് VCയെ സർവകലാശാലയിൽ എത്തിച്ച് ഇതിൽ ഒപ്പിടിയിക്കേണ്ട ഒരു അനിവാര്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിനാണ് ഇന്നത്തോടുകൂടി അയവ് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടേക്കും എന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ. അനീഷ. യെസ്, ഏതായാലും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീക്കം ഉണ്ടായിരിക്കുന്നു. അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് KR സാജു ആണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.